أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه أجمعين أما بعد നൂറുൽ ഇളാഹ് പഠനം ബാബു തയമ്മും. ഇനി നമുക്കിന്ന് തയമ്മുമിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതുവരെ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണത്തെക്കുറിച്ച് അതൊക്കെ പറഞ്ഞു. ശേഷം ഇനി തയമ്മുമിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. ബനുൽ മുസ്തലഖ് യുദ്ധം ആ സമയത്ത് മുറൈസിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് തയമ്മും ഇസ്ലാമിന്റെ നിയമ സംഹിതയിൽ വരുന്നത്. ഈ മുറൈസി എന്ന് പറഞ്ഞാൽ മക്കയുടെയും മദീനയുടെ ഇടയ്ക്കുള്ള ഒരു പ്രദേശത്തുള്ള ജലം ഉള്ള സ്ഥലമാണ്. മാഉൻ ബിനാഹിയത്തിൻ ബൈന മക്ക വൽ മദീനൽ മുനവ്വറ. പിന്നെ അത് മഹദിയായ ആയിഷാബിയോടൊരു മാല നഷ്ടപ്പെട്ടു. അപ്പോൾ ആ മാല അന്വേഷിക്കാൻ വേണ്ടി റസൂൽ ആളെ പറഞ്ഞയച്ചു. നിസ്കാരത്തിന് സമയമായി. അപ്പോൾ അവർക്ക് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആയിഷ ബീവിയോട് കയർത്തു. എന്നിട്ട് ആയിഷ ബീവിയോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഹബസ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം അല വൈരിമായിൻ, വെള്ളമില്ലാത്ത സ്ഥലത്ത് മുത്തുനബീനെയും ആ മുസ്ലിമീങ്ങളൊക്കെ പാടെ തടഞ്ഞു വെക്കാൻ വേണ്ടി അത് പറഞ്ഞാണ്ട് കയർത്തു. അപ്പോഴാണ് ഈ സൂറത്തുൽ മാഇദയിൽ 6-ാമത്തെ വചനമാകുന്ന ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ എന്നുള്ള ആയത്തിറങ്ങിയത്. ഈ ആയത്തിറങ്ങിയപ്പോൾ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, മാ അക്സറ ബറക്കത്തുക്കും യാ ആല അബീബക്കർ, നിങ്ങൾ എത്രമാത്രം വർദ്ധിച്ച ബർക്കത്തുള്ളവരാണ് അബൂബക്കർ തങ്ങളുടെ കുടുംബമേ, നിങ്ങൾ എത്രയോ ബർക്കത്തുള്ളവരാണ്. മറ്റൊരു റിവായത്തിൽ റഹമക്കല്ലാഹു യാ ആയിഷ ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹ് റഹ്മത്ത് നൽകട്ടെ. മാ നസല ബികി അംറുൻ തക്റഹീനഹു ഇല്ലാ ജഅലല്ലാഹു ലിൽ മുസ്ലിമീന ഫീഹി ഫറജൻ, നിങ്ങൾ മുഖേന ഒരു കാര്യം അല്ലാഹു തആല ഇറക്കുകയാണെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്ക് അതിൽ വലിയ ഫറജ് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു റിവായത്തുണ്ട്. ഇതൊക്കെ ഇമാം ബുഖാരിയും അബൂദാവൂദും ഒക്കെ ധരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ സമയത്താണ് ഈ തയമ്മും നിയമമാകുന്നത്. ഇത് ഈ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയാണ് തയമ്മും, ഖസായിസാണ്. ഈ തയമ്മുമിന് ധാരാളം കാരണങ്ങളും ഷർത്തും ഹുക്മും റുക്കുനും സിഫത്തും കൈഫിയത്തും ഒക്കെ ഉണ്ട്, പലതുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെയും സന്ദർഭം പോലെ പറയും. തയമ്മും പറഞ്ഞാല് ഭാഷാർത്ഥത്തില് അൽ ഖസ്ദു മുത്ലഖൻ, നിരുപാധികം ലക്ഷ്യമാക്കുക, ഉദ്ദേശിക്കാന്ന. ശറഇൽ തയമ്മും പറഞ്ഞാൽ മസ്ഹുൽ വജ്ഹി വൽ യദൈനി അനി സ്വഈദ് ത്വാഹിരി, ശുദ്ധമായ മണ്ണ് കൊണ്ട് കയ്യും മുഖവും തടവലാണ് ശറഇൽ തയമ്മും എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളിത് നിയമമാകാനുള്ള ഒരു കാരണം പറഞ്ഞു. ഏത് ബനു മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ആ സംഭവം പറഞ്ഞു. അതല്ലാത്ത സംഭവങ്ങളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഘട്ടം പോലെ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അപ്പൊ ഈ തയമ്മും സ്വഹീഹാകണമെങ്കിൽ 8 ഷർത്തുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഷർത്ത് നിയ്യത്താണ്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് പറയാം. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങൾ പറയാം. നോക്കാം. യസിഹു ബി ശുറൂത്തി സമാനിയ, 8 ഷർത്തുകളോടുകൂടെ തയമ്മും സ്വഹീഹാകും. തയമ്മും സ്വഹീഹാകാൻ 8 ഷർത്തുകളുണ്ട്, ഉപാധികളുണ്ട്. അൽ അവ്വലു അന്നിയ്യത്തു, ഒന്നാമത്തത് നിയ്യത്താണ്. ഒന്നാമത്തെ എന്താണ്? നിയ്യത്താണ്. പിന്നെ
വഹഖീഖതുഹാ, ശർഅൻ നിലക്ക് നിയ്യത്തിന്റെ ഹഖീഖത്ത് എന്താണ്? അഖ്ദുൽ ഖൽബി അലൽ ഫിഅലി, ഒരു പ്രവൃത്തി ഉണ്ടാകുന്നതിനോട് കൽബിനെ ബന്ധിപ്പിക്കലാണ് അതിന്റെ ഹഖീഖത്ത്. ഇത് നമ്മൾ വുദൂഇന്റെ സുന്നത്ത് പറഞ്ഞു കൊടുത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു പ്രവൃത്തി ഉണ്ടാകലിനോട് കൽബിനെ ബന്ധിപ്പിക്കുക, ഇതാണ് ഈ നിയ്യത്തിന്റെ ഹഖീഖത്ത്. വഖ്തുഹാ, ഈ നിയ്യത്തിന്റെ സമയം ഇൻദ ളർബി യദിഹി അലാ മാ യതയമ്മമു ബിഹി, അവൻ തയമ്മുമ് എന്തുകൊണ്ടാണോ തയമ്മുമ് ചെയ്യുന്നത് ആ വസ്തുവിനെ കൈ കൊണ്ട് അടിക്കുന്ന സമയത്താണ്, ആ വസ്തുവിൽ കൈ അടിക്കുന്ന സമയത്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പൊ തയമ്മുമ് ചെയ്യാൻ എന്താണോ തയമ്മുമ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു, നമുക്ക് മണ്ണ് ഇതൊക്കെയാണല്ലോ. അപ്പൊ തയമ്മുമ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വസ്തുവിന്റെ കൈ അടിക്കുന്ന സമയത്താണ് നിയ്യത്തിന്റെ സമയം. അപ്പോ തയമ്മുമ് സ്വഹീയാകാനുള്ള ഷർത്തുകൾ 8. ആ 8ൽ ഒന്ന് നിയ്യത്താണ്. ഇനി നിയ്യത്ത് സ്വഹീയാകാൻ നിയ്യത്തിന്റെ സിഹത്തിനും ഷർത്തുകളുണ്ട്. അതിന് 3 ഷർത്തുകളുണ്ട്. നിയ്യത്തിന്റെ സിഹത്തിന്റെ ഷർത്തുകൾ 3. വശുറൂത്ത് സിഹത്തി നിയ്യത്തി സലാസ, നിയ്യത്തിന്റെ സിഹത്ത് നിയ്യത്തിന്റെ സ്വീകാര്യതയ്ക്കുള്ള ഷർത്തുകൾ സലാസത്തിന് 3. ഏതൊക്കെയാണ്? 1 അൽ ഇസ്ലാമു, 1 ഇസ്ലാമാണ്, മുസ്ലിം ആയിരിക്കണം. 2 വത്തമയീസു, മുമയ്യിസ് ആയിരിക്കണം, നമ്മള് വകതിരിവുണ്ടാകാന്ന് പറയും. 3 വൽ ഇൽമു ബിമാ യൻവിഹി, അവൻ കരുതുന്നതിനെ കുറിച്ചുള്ള അറിവ് വേണം, അതിനെക്കുറിച്ചുള്ള അറിവ് അവനക്കുണ്ടാകണം. ഇനി വയുസ്തർതു ലിസിഹത്തി നിയ്യത്തി തയമ്മുമി ലിസ്വലാത്തി ബിഹി, നിസ്കാരത്തിനുള്ള തയമ്മുമിന്റെ നിയ്യത്ത് സ്വഹീയാകാൻ ഷർത്താണ്. നിസ്കാരത്തിന് തയമ്മുമ് ചെയ്യുമ്പോൾ അതിന്റെ നിയ്യത്തിന്റെ സ്വീകാര്യതയ്ക്ക് ഷർത്താണ് അഹദു സലാസത്തി അശ്യായിൻ, 3 കാര്യം ഷർത്താണ്. നിയ്യത്തിന്റെ സിഹത്തിന് 3 കാര്യം ഷർത്ത് പറഞ്ഞു. മുസ്ലിം, തമീസ്, ഇൽമ് വേണം. ഇനി നിസ്കാരത്തിന് തയമ്മുമ് ചെയ്യുമ്പോൾ ആ തയമ്മുമ് സ്വഹീയാകാൻ 3 കാര്യം ഷർത്താണ്. എന്താണത്? ഒന്നുകിൽ ഇമ്മാ നിയ്യത്തു ത്വഹാറത്തി, ശുദ്ധീകരണത്തെ കരുതുക. നിയ്യത്തു ത്വഹാറത്തി, ശുദ്ധീകരണത്തെ കരുതുക. അത് ചെറുതോ വലുതോ ആയ അശുദ്ധികൾ എന്നുള്ള ശുദ്ധീകരണത്തെ കരുതുക. അവിടെ ചെറിയ അശുദ്ധി അങ്ങനെ വ്യക്താക്കണമെന്നൊന്നുമില്ല, ശുദ്ധീകരിക്കുന്നു കരുതിയാൽ മതി. അല്ലെങ്കിൽ അവിസ്തിബാഹത്തു സ്വലാത്തി, എന്താണ്? നിസ്കാരത്തെ ഹലാലാക്കലിനെ കരുതുക. നിസ്കാരത്തെ ഹലാലാക്കലിനെ കരുതുക. അല്ലെങ്കിൽ ഔ നിയ്യത്തു ഇബാദത്തിൻ മഖ്സൂദത്തിൻ ലാ തസിഹു ബിദൂനി തുഹാറത്തിൻ, ശുദ്ധിയില്ലാതെ സ്വഹീ ആകാത്ത, സ്വീകാര്യതയില്ലാത്ത പ്രത്യേകമായ ഒരു ഇബാദത്തിനെ കരുതുക. എങ്ങനെ? ഔ നിയ്യത്തു ഇബാദത്തിനെ കരുതുക, മഖ്സൂദത്തിൻ, പ്രത്യേകമായൊരു ഇബാദത്തിനെ കരുതുക. ഏതാണ് ആ ഇബാദത്ത്? ലാ തസിഹു ബിദൂനി തുഹാറത്തിൻ, ശുദ്ധിയില്ലാതെ സ്വഹീയാകുകയില്ല. ശുദ്ധിയില്ലാതെ സ്വഹീഹാകാത്ത ഒരു പ്രത്യേകമായ ഇബാദത്തിനെ കരുതുക. അപ്പൊ എന്താ പറ്റും? തയമ്മു ചെയ്യുന്ന ആൾ നവൈതു തയമ്മുമ ലിസ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടി ഞാൻ തയമ്മു ചെയ്യുന്നു കരുതാം. ഔ അല്ലെങ്കിലോ നവൈതു തയമ്മുമ ലിസ്വലാത്തിൽ ജനാസത്തി, മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ തയമ്മു ചെയ്യുന്നു കരുതുക. അല്ലെങ്കിൽ നവൈതു തയമ്മുമ ലിസജ്ദത്തി തിലാവത്തി, നവൈതു തയമ്മുമ ലിഖിറാഅത്തിൽ ഖുർആനി. ഇങ്ങനൊക്കെ പറ്റും. ഇങ്ങനൊക്കെ നിയ്യത്ത് ചെയ്യാം. ഇങ്ങനെ 3 നിലക്ക് 3 കാര്യം ഉണ്ടായാലാണ്
നിസ്കരിക്കാനുള്ള തയമ്മുമിന്റെ നിയ്യത്ത് സഹിയാകുള്ളൂ. അപ്പൊ ഫലാ യുസല്ലാ ബിഹി ഇദാ നവ തയമ്മുമ ഫഖത്ത്, തയമ്മുമ് മാത്രം കരുതിയാൽ അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. ഞാൻ തയമ്മുമ് ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ നിസ്കാരത്തിനോ മറ്റോ ഇബാദത്തും മഖ്സൂസായ നിയ്യത്ത് നിസ്കാരത്തിനോ മറ്റോ ബന്ധിപ്പിക്കാതെ അതിന് ബന്ധപ്പെടാതെ വെറും ഞാൻ തയമ്മുമ് ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ ആ തയമ്മുമ് കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഔ നവാഹു ലിഖിറാഅത്തിൽ ഖുർആനി, ഖുർആൻ ഓതാൻ വേണ്ടി തയമ്മുമിനെ കരുതി. വലം യകുൻ ജുനുബൻ, അവൻ ജനാബത്തുകാരനല്ല താനും. ജനാബത്തുകാരനല്ലാതിരിക്കെ, വലിയ ശുദ്ധിയുള്ളവനല്ലാതിരിക്കെ ഖിറാഅത്തുൽ ഖുർആൻ ഓതാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് കരുതി. അപ്പോഴും പറ്റൂല. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞെന്താ, ആദ്യം നമ്മളൊന്ന് പറഞ്ഞു തയമ്മുമിന്റെ സിഹത്തിന് 8 ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത്, ആ ഒന്നാമത്തെ നിയ്യത്തിന്റെ ഹക്കീക്കത്തും അതിന്റെ സമയവും ആ നിയ്യത്ത് സ്വഹിയാകാനുള്ള 3 ഷർത്തുകളും നിസ്കാരത്തിന് വേണ്ടി തയമ്മും ചെയ്യുമ്പോൾ ആ തയമ്മുമിന്റെ നിയ്യത്ത് സ്വഹിയാകാനുള്ള ഷർത്തുകളും ആണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.